ഇന്നൊരു കിടിലൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടാൻ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയെന്ന് കണ്ടാലോ? കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് നമ്മൾ പൊടികളായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പകുതി ചെറുനാരങ്ങ നീര് എന്നിവയെല്ലാം ചേർത്ത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാനിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്തിട്ട് നമുക്ക് ദമ്മിന് ആവശ്യമുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം ഓയിലാണ് നമ്മൾ മീൻ പൊരിക്കാനും അതുപോലെ തന്നെ മസാല ഉണ്ടാക്കാനും റൈസ് വേവിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓയിലിലേക്ക് നമ്മൾ നമ്മുടെ ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടൊന്ന് മുരിച്ചെടുത്ത് മാറ്റി വെക്കാം. മസാലയ്ക്ക് വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്, പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിട്ട് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യണത് നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഏതൊരു ബിരിയാണിക്കും നമ്മൾ കുറച്ച് കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ റൈസ് സെറ്റാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് മീൻ പൊരിച്ച വെളിച്ചെണ്ണ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ അതുകൂടെ ചേർത്ത് സ്പൈസസും സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് നേരത്തെ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ്. അതിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് തിള വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 90% വേവായി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കിയിട്ട് ദമ്മിടാൻ നോക്കാം. അപ്പോൾ ചെമ്മീൻ സെറ്റാക്കിയിട്ടുള്ള പാത്രത്തിലാണ് ഞാൻ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ 2 ലെയറായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സവാള പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ 2 ലെയറാക്കി ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.